ഹലോ, മാമ്പഴക്കാലമൊക്കെ അല്ലേ ഇപ്പം. എന്നാൽ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അടിപൊളി ടേസ്റ്റിലൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ കടുക്കാച്ചി മാമ്പഴം ആട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ മാങ്ങയാണ്. അപ്പോൾ ചെറിയ മാമ്പഴം നമ്മൾ ചന്ദ്രക്കാരൻ മാങ്ങയൊക്കെ ആണല്ലോ ഉണ്ടാക്കാറ്, അതുപോലത്തെ ഒരു മാങ്ങയാണ് കേട്ടോ അത്. കുറച്ച് മാങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ മാമ്പഴമായിട്ട് ഇഷ്ടമല്ലാത്തവർക്ക് അത് കഴിക്കാം. കറി വയ്ക്കാനായിട്ട് നമുക്ക് മൺചട്ടിയിലേക്ക് ഈ മാമ്പഴം ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതുകൂടാതെ 2-3 പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് തേങ്ങയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചിരകി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് 2-3 ചുമന്നുള്ളിയും നല്ല ജീരകവും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരക്കണേ. ഇനി കടുക് താളിക്കാനായിട്ട് കടുകും അതുപോലെ ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും ചുമന്നുള്ളിയും ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. വീണ്ടും മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കാം കേട്ടോ. നമ്മുടെ കറിയുടെ കൊഴുപ്പിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അധികം കൊഴുപ്പ് വേണ്ടാത്തവർക്ക് വെള്ളം ഒഴിക്കണമെന്നില്ല കേട്ടോ. അരപ്പൊഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വീണ്ടും വേവിക്കാം കേട്ടോ. ഇനി നമുക്ക് തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. കട്ടയില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചിട്ടുണ്ട്. അത് ഞാനിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഒഴിച്ച് നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ തൈര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തൈര് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണേ. അത് വീണ്ടും തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൈര് ഒഴിച്ച് കഴിയുമ്പോൾ ഏത് കറിക്കാണെങ്കിലും നമ്മൾ വീണ്ടും തിളപ്പിക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ശർക്കരയാണ് ഇടുന്നതെങ്കിൽ ആദ്യം വേവിക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ഞാനിപ്പോൾ കടുക് വറുക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ അതാ കടുകും കൂടി വറുത്ത് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. കടുക് താളിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ മണമൊക്കെ കറിയിലേക്ക് മൊത്തം പിടിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒന്ന് മൂടി വയ്ക്കാൻ പോവുകയാണേ. 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഈ കറി. വേറെ ഒന്നും വേണ്ട, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒരു ലൈക്കും അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.